കുഞ്ഞുമോൻ സാഹിബ്, പ്രിയങ്കനായ ഖാദർ ഹാജി, പ്രിയങ്കനായ മുഹമ്മദ്, പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബ്, കർഷക സംഘ നേതാവ് കൂടിയായിട്ടുള്ള പോക്കർ ഹാജി, ഇവിടെ സ്വാഗതം ആശംസിച്ച UM ബഷീർ, മറ്റു പ്രിയങ്കരായിട്ടുള്ള എൻ്റെ സഹോദരന്മാർ, ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള സഹോദരിമാർ, മറ്റു കൂട്ടുകാർ, ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒന്ന്, ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് നിങ്ങളും. ജീവിതാനുഭവങ്ങൾ തന്നെ ഏറെ ഉണ്ടാകും എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട്. മറ്റൊന്ന്, വാർത്താ മാധ്യമങ്ങളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ നിങ്ങളാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. വാർത്ത വായിക്കുന്ന കാര്യത്തിലും കാണുന്ന കാര്യത്തിലും ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ഞങ്ങളെക്കാൾ ഉൾക്കൊണ്ടവരാണ് ഞങ്ങളുടെ സഹോദരിമാർ എന്നൊരു ബോധമുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം പറയുന്നതിനേക്കാളപ്പുറം ചില ചുമതലകൾ നിങ്ങളെ ഏൽപ്പിക്കാനാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർക്കപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ചില നേതാക്കന്മാർ, വലിയ വലിയ നേതാക്കന്മാർക്ക് വിഷമമില്ലാത്ത അധ്വാനമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓടി നടക്കുക. ഇപ്പോൾ പാണക്കാട് കുടുംബത്തിലെ കുട്ടികളൊക്കെ അവർക്ക് ഊണും ഉറക്കവും ഇല്ലാതെ ഓടുകയാണ് ജനങ്ങൾക്ക് വേണ്ടി, ജനസേവനത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ചെറിയ അധ്വാനം നടത്താം. നമ്മുടെ വീടുകളിൽ ഇറക്കങ്ങളൊന്നും കൂടുക, പറയുന്നൊന്ന് കേൾക്കുക. അതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾക്ക് കൂടി ചെയ്യാനുള്ളത് ഈ വലിയ അധ്വാനത്തിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ, ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നാം പുറപ്പെട്ടിരിക്കുന്ന ഈ വലിയ ദൗത്യം, അതിൻ്റെ പൂർത്തീകരണത്തിന് അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമുക്ക് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുക. ചെറുതല്ല, വലിയ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ. നമ്മുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യാൻ ജുമായ്ക്ക് മുമ്പ്, ഇപ്പോൾ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നിശ്ചയിച്ചത് പോലും അതിൽ ഒരു കുതന്ത്രത്തിൻ്റെ ഒരു ഭാഗമായി. പ്രത്യേകിച്ച് കേരളത്തിലറിയാൻ ലീഗിന് സ്വാധീനമുള്ള മോദി തന്നെ 2 ലോക്സഭാംഗങ്ങളെ വിമർശിച്ചു. മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളെ വിമർശിച്ചത് ലീഗിൻ്റെ ആൾക്കാർ കണ്ടല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വന്നപ്പോൾ അത് ലീഗിൻ്റെ സ്വരാണ് എന്നാ പറഞ്ഞത്. ലീഗിന് 2 ആളുകൾ പറഞ്ഞു. പക്ഷെ ഉള്ളത് ഒരു മുതല. ഈ വീട് ആകെ പ്രകാശിപ്പിക്കാൻ മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞ ചെറിയ സ്വിച്ച് ഉണ്ടല്ലോ, ഒന്നിങ്ങനെ താത്തിയാൽ മതി, അല്ലെങ്കിൽ ഒന്നൊരു പൊളിച്ചാൽ മതി. അത് താത്തിയാൽ ഇവിടെ ആകെ പ്രകാശിക്കും. മറ്റൊരു സ്വിച്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് താജ്മഹലിൻ്റെ മുമ്പിലാണ്. അതിങ്ങനെ ആ പ്രകാശപൂരിതമായ അത് കാണിക്കാൻ ഒരു സ്വിച്ചിന്മേ കഴിയും. എന്നപോലെ നമ്മൾ 2 ആളുകളാണ് പോയാൽ നമ്മൾ ഇവിടുന്ന് തങ്ങളിൽ സ്വിച്ച് കണ്ട് അയക്കുന്നത്. അത് വലിയ അധ്വാനമാണ് ഈ രാജ്യത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മോദിയുടെ കണ്ണിൽ കരടായി മാറി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നിർവഹിച്ചിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ കേന്ദ്രത്തിൽ ഭരിക്കുന്നവരാണെങ്കിലും സംസ്ഥാനത്ത് ഭരിക്കുന്നവരാണെങ്കിലും അവരുടെ ഭരണത്തിൻ്റെ ഒരു ജനവിരുദ്ധത നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. കാരണം വീട്ടിൽ ഇപ്പോൾ ഒരു തക്കാളിൻ്റെ ഒരു ആവശ്യമുണ്ട്, 1 കിലോ തക്കാളി നിങ്ങൾ വാങ്ങണം, കുട്ടികളുടെ അടുത്ത് അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ പയ്യൻ്റെ അടുത്ത് പൈസ കൊടുത്താൽ നിങ്ങൾ വാങ്ങിക്കാനാ എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി വില കൊടുക്കണം 1 കിലോ തക്കാളിക്ക്. അരി വാങ്ങണമെങ്കിൽ പിണറായി വരുന്നതിന് മുമ്പുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി വിലയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഓരോ വസ്തുവിനും. അപ്പോൾ വിലക്കയറ്റത്തിൻ്റെ, അതേപോലെ ജീവിത സാഹചര്യത്തിൻ്റെ ദുസ്സഹത എല്ലാം അനുഭവിക്കുന്നവരാണ് ആണിനേക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവകളെക്കുറിച്ചുള്ള ബോധ്യവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെയ്യാൻ ഉത്തരവാദിത്വം, നമ്മുടെ വോട്ട് കൃത്യമായി വന്നപ്പോൾ ചെയ്യാൻ, വെള്ളിയാഴ്ച ജുമായ്ക്ക് മുമ്പ് തന്നെ നിർവഹിക്കാൻ ഒരു തീരുമാനമെടുക്കുക. രണ്ടാമതൊന്ന്, നമ്മൾ വീട്ടിലെ വോട്ട് എല്ലാം കുട്ടികളിലൊക്കെ ഫോണിക്ക് തന്നെ കിട്ടും എന്ന് ഉറപ്പുവരുത്തുക. ചില വാപ്പാർ പറയണ്ടേ, എൻ്റെ മോൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. കുട്ടികളെ പറ്റി, പെൺകുട്ടികളെ പറ്റി, വീട്ടിലെ ആളുകളെ പറ്റി പറയും, ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്ന് പറയും. പക്ഷേ നമുക്കറിയാലോ, ബിരുദാനന്ദ ബിരുദവുമുള്ള പെൺകുട്ടികൾ ഇന്നലെ കണ്ട ചെറുക്കൻ്റെ ചിരി കണ്ട് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പറയാതെ ഇറങ്ങി പോവുകയാണ്. പിന്നെ കോടതി വളപ്പിൽ വെച്ച് ഉമ്മ തടഞ്ഞ് വീഴുകയാണ്. കോടതി വിധി കേൾക്കുമ്പോൾ മോക്ക് ഇഷ്ടമുള്ളവൻ്റെ കൂടെ, അപ്പാൻ്റെ കൂടെ പോകണോ
കാമുകന്റെ കൂടെ പോണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പെൺകുട്ടിക്കുണ്ട് പ്രായപൂർത്തിയായതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഉമ്മ തളർന്നു വീഴുക. ഒന്നല്ല, ഇങ്ങനത്തെ കേസ് എത്ര നമ്മൾ വായിച്ചറിഞ്ഞു. അപ്പോൾ വാപ്പാനും ഉമ്മാനും തന്നെ വിട്ട് കുടുംബം തന്നെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട ചെറുക്കന്റെ പേരിൽ വിശ്വാസം ഓന്റെ നിറം കോലും കുടുംബമൊന്നും നോക്കാതെ ഒരു ചിരി കണ്ട് ഓന്റെ പിന്നാലെ പോകുന്ന പെൺകുട്ടികളുള്ള ഒരു കാലത്താണ് നമ്മളുള്ളത്. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും. ഇന്നലെ കണ്ട പെണ്ണിന്റെ ഒരു നൃത്തം കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു സ്വരം ആസ്വദിച്ച്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കഴിവിനെ കണ്ട് അതിന്റെ പിന്നാലെ ഓളെ പിന്നാലെ പോകുന്ന ഒരു കാലം ഇപ്പൊ നിൽക്കുകയാണ്. അപ്പോഴേ ഒരു വോട്ടൊന്നും മാറി ചെയ്യാൻ ഇവർക്കൊന്നും വലിയ വേദന ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടൊന്ന് ഉറപ്പ് വരുത്തുക. വോട്ട് ഞങ്ങളുടെ വീട്ടിലെ വോട്ട്, എൻ്റെ കുട്ടികളുടെ വോട്ട്, ഞങ്ങളുടെ അയൽക്കാരുടെ വോട്ട്, ഞങ്ങളുടെ കുടുംബങ്ങളുടെ വോട്ട്, ഞങ്ങളുടെ ബന്ധുക്കളുടെ വോട്ട്, ഞങ്ങളുടെ മറ്റേ പഴയ സഹപാഠികളുടെ വോട്ട്, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഞങ്ങളുടെ കുടുംബബന്ധവും സൗഹൃദ ബന്ധവും ഒക്കെ ഉള്ള ആളുകളുടെ വോട്ട് കോടിക്ക് തന്നെ വരുത്താൻ എനിക്ക് കഴിയും എന്ന ഒരു ദൃഢവിശ്വാസത്തിൽ നിങ്ങൾ അതിനൊരു പണിയെടുക്കണം. ഒരു ചെറിയ പറച്ചിൽ മതി. ഈ ഫോണും മുഖ്യത്തിൽ തമാശയൊക്കെ പറയാറുണ്ടല്ലോ. ഫോണ് പെണ്ണുങ്ങളെ ഒരു ചൊല്ലുണ്ട്, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല, പറഞ്ഞ് തീർന്നു. എന്നിട്ട് പറയും നാളെ വെള്ളം കോരാൻ വരുമ്പോൾ നാളെ പറയട്ടോ എന്ന് പറഞ്ഞു, ഇന്ന് ഉറങ്ങാൻ പോകുമ്പോൾ. അത്രമാത്രം പറഞ്ഞാൽ തീരാത്തവരാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതും കൂടെ ഒന്നാണ് പറയാം. അപ്പം സഹായിച്ചാൽക്കൊന്ന് വിളിച്ചിട്ട് വോട്ടിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറയാം. ഇപ്പം നമുക്ക് നമ്മൾ IP അഹമ്മദ് മാസ്റ്റർ കഥ കണ്ടു. IP അഹമ്മദ് മാസ്റ്റർ നമ്മൾ വളണ്ടിയർമാർ വീട് കയറി ഇറങ്ങുന്ന ആളുകളും കൂടി കേൾക്കാനാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരു CPM-ന്റെ ഒരു സജീവ പ്രവർത്തകന്റെ ഉമ്മ സൈനബ താത്ത IP അഹമ്മദ് മാസ്റ്റർ കൂടെ മദ്രസയിൽ പഠിച്ചിരുന്ന ആളാണ്. അപ്പോൾ മൂപ്പര് മുനിസിപ്പാലിറ്റിക്ക് മത്സരിച്ച മൂപ്പരെന്നെ പറഞ്ഞതാണ്, മുനിസിപ്പാലിറ്റിക്ക് മത്സരിച്ച കാലത്ത് ഈ സൈനമാനൊന്ന് കണ്ടുകാണ്ട് കൂടെ പഠിച്ച ആളാണ്, പഴയ സഹപാഠിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഓളൊന്ന് കണ്ടാണ്ട് ഒരു വോട്ട് കിട്ടുമോ നോക്കണം. ഈ ചെക്കൻ അവിടെ ഇല്ലാത്തപ്പോൾ CPM-ന്റെ നേതാവാണ് മോൻ ഇല്ലാത്തൊരു സമയം നോക്കി കയറണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ തക്കം പാർട്ടിയിലേക്ക് കയറി സംസാരിച്ച പറയും മാസങ്ങൾ പോയിക്കോളി, ആ ചെക്കങ്ങൾ വരുമ്പോഴത്തേന് ഞാൻ നിനക്ക് വോട്ട് ചെയ്യുള്ളൂ എന്നാണ്, ഞാൻ കോണിക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ IPM മാഷിക്ക് ഒരു സംശയം, ഇന്നവേ പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് പറയാനുള്ളത്. എന്നാലും ഒന്നും കൂടി സാഹചര്യം പറഞ്ഞു, ഞാൻ ഇവന് ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്, പിന്നെ ഒരു 5-6 വോട്ടും കൂടി എനിക്ക് കൂടുതലായി കിട്ടിയാൽ ഞാൻ ജയിക്കുള്ളൂ, അതുകൊണ്ട് ഒന്നും ഞാൻ അന്നാണ് കാണാൻ കരുതി എൻ്റെ വോട്ട് കിട്ടണം, അതിനെ ഞാൻ പോന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും പറഞ്ഞപ്പോൾ മാഷോട് പറഞ്ഞു, അത് ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞതാണ്, ചാപ്പനങ്ങാടി ഇപ്പാപ്പ പറഞ്ഞതാണ്, കോണിക്ക് വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ കുറച്ചും കൂടി ജിജ്ഞാസ, ഇതിൻ്റെയൊപ്പം സംഗതി ചാപ്പനങ്ങാടി മരിച്ചിട്ട് കുറേ കാലമായല്ലോ, മരിച്ചതിന് ശേഷമല്ല. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പറഞ്ഞത്, എൻ്റെ ചെക്കനിക്ക് ഈ മാർച്ചിസേൻ ചെക്കനുണ്ടല്ലോ, ഓൾക്ക് വളരെ ശ്വാസം മുട്ടലായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ വന്നത്തെ മരുന്നും ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും സുഖം കിട്ടിയില്ല. അപ്പോൾ ആരോ പറഞ്ഞു ചാപ്പനങ്ങാടി വാപ്പൂലെടുത്ത് കൊണ്ടായാൽ മൂപ്പരൊന്ന് മന്ത്രിച്ചാൽ സുഖം കിട്ടുമെന്ന് ആരോ പറഞ്ഞു. അപ്പോൾ ഈ ചെക്കനെ ഒക്കെ എത്തി ബസ്സിൽ കയറി ചാപ്പനങ്ങാടി പോയി. അവിടെ പോയി വീട്ടിലെത്തി ചാപ്പനങ്ങാടി വാപ്പൂസിനെ കണ്ട് അപ്പോൾ തലയൊന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ട് പാത്തിയ എന്തൊക്കെ ഓതി സൂറത്തൊക്കെ ഓതി ഒന്ന് മന്ത്രിച്ച് ഷിഫിയാകും, അള്ളാഹു ഷിഫിയ